അൽഹംദുലില്ലാഹി കഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, എന്നും രാത്രികളിൽ പച്ച നുണകളും സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളും മാത്രം ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന ഒരു ഫേക്ക് പോയിന്റ് ആണ് വിസ്ഡം മുജാഹിദുകളുടെ പ്രൂഫ് പോയിന്റ്. അബ്ദാലുകൾ, ഔതാദുകൾ, നുജബാകൾ എന്ന ഔലിയാക്കന്മാരുടെ കാറ്റഗറി സ്ഥാനങ്ങൾ ഷിയാക്കൾ ഉണ്ടാക്കിയതാണെന്ന പച്ചക്കളവ് ജനങ്ങൾക്ക് മുന്നിൽ ഇന്നലകളുടെ രാത്രികളിൽ അവർ പ്രചരിപ്പിച്ചു. ശരിക്കും ഈ ഗൗസ് എന്നൊക്കെ പറയുന്ന കുത്തുബ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇസ്ലാം അങ്ങനെ ഒരു സവിശേഷത കൊടുത്തിട്ടുണ്ടോ? അതായത് ഷിയാക്കളുടെ സൃഷ്ടിയായ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ, തസവുഫ്, സൂഫി മാർഗം, അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ചില സാങ്കേതിക ശബ്ദങ്ങളിൽപ്പെട്ടതാണ് ഗൗസ്, കുത്തുബ് എന്നൊക്കെയുള്ള പദങ്ങൾ. അവർ മൊത്തം ഔലിയാക്കളെ വ്യത്യസ്തമായ കാറ്റഗറിയായി അവർ തിരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം അഹ്ലുസുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ പറയുന്നു, ഹദസനാ അബുൽ മുഗൈറ അൻ സഫ്വാൻ അൻ ഉബൈദ് ഇബ്നു ശുറൈ എന്ന മഹാന്മാരിൽ നിന്ന് സനദോടുകൂടെ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ദുകിറ അഹ്ലുസ് ശാമി ഇന്ദ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വഹുവ ബിൽ ഇറാഖ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇറാഖിലായിരിക്കെ ഷാമുകാരെ കുറിച്ച് അവിടെ പരാമർശമുണ്ടായി. ഫഖാലു അൽഅനുഹും യാ അമീറൽ മുഅ്മിനീൻ, ഷാമുകാരെ തങ്ങൾക്ക് ശപിച്ചൂടെ എന്ന് ജനങ്ങൾ ചോദിച്ചു. അവർക്കെല്ലാം മറുപടിയായി അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഖാല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ, ഞാൻ ഒരിക്കലും അവരെ ശപിക്കൂല. കാരണം സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, അൽ അബ്ദാലു ബിശ്ശാം, അബ്ദാലുകളായ ഔലിയാക്കന്മാർ ഷാമിലാണുള്ളത്. ഈ ഒരൊറ്റ ഹദീസ് മതി. അബ്ദാൽ എന്ന് പറഞ്ഞാൽ പകരം വരുന്ന ഔലിയാക്കന്മാർ. ഈ ഖുത്ബ്, അബ്ദാല്, ഔതാദ്, നുജബ എന്നിങ്ങനെയുള്ള സ്ഥാനങ്ങൾ, ഓരോ സ്ഥാനത്തിൽ നിന്നും ഒരാൾ മരിച്ചു പോകുമ്പോൾ താഴെ സ്ഥാനങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഒരാൾ എന്താകും, പകരത്തിന് വരും. അങ്ങനെയുള്ളതാണ് ഈ കാറ്റഗറിയുടെ ഒരു പ്രത്യേകത. അങ്ങനെയുള്ള ഔലിയാക്കന്മാർ ഷാമിലുണ്ട്. വഹും 40 റജുലൻ, അവർ 40 ആളുകളാണ്. കുല്ലമാ മാത റജുലുൻ അബ്ദലല്ലാഹു മകാനഹു റജുല, ഓരോരാൾ മരിക്കുമ്പോൾ അതിന് പകരം താഴെ തട്ടിൽ നിന്നുള്ള ഒരാൾ മുകളിലേക്ക് വന്ന് ആ സ്ഥാനം അലങ്കരിക്കുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറയുന്നത്, യസ്കി ബിഹിമുൽ ഗൈസ, ആ ഔലിയാക്കന്മാരെ കൊണ്ടാണ് മഴ അള്ളാഹു പെയ്യിപ്പിക്കുന്നത്, അവർ മുഖേനയാണ്. വയന്തസിറു ബിഹിമുൽ അഹദാ, അവർ മുഖേനയാണ് അള്ളാഹു ശത്രുക്കൾക്കെതിരെ അവരെ സഹായിക്കുന്നത് എന്ന് വ്യക്തമായി ഹദീസിൽ വന്നിട്ടുണ്ട്. അബ്ദാലുകൾ, അതായത് പകരം വരുന്ന ഇങ്ങനെയുള്ള സ്ഥാനമുള്ള ഔലിയാക്കന്മാർ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി അവിടുന്ന് പറയുന്നുണ്ട്, റിജാലുഹു റിജാലു സ്വഹീഹ്, ഇതിനെ ഉദ്ധരിച്ച സനദിലുള്ള ആളുകൾ ഒന്ന് അബുൽ മുഗൈറയാണ്, മറ്റൊന്ന് സഫ്വാൻ റഹ്മഹുമുള്ളയാണ്, മറ്റൊന്ന് ശുറൈബ് ഇബ്നു ഉബൈദാണ്. ഈ 3 ആളുകളും റിജാലു സ്വഹീഹ്, സ്വഹീൽ ബുഖാരിയിൽ പേര് പറയപ്പെട്ട ആളുകളാണ്. അവരെ കുറിച്ച് തർക്കമില്ല. പക്ഷേ ശുറൈബ് ഇബ്നു ഉബൈദ് ബുഖാരിയിൽ അങ്ങനെ വ്യക്തമായി പേര് പറഞ്ഞിട്ടില്ല. വഹുവ സിഖത്തുൻ, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം സിഖത്താണ്, വിശ്വസ്തനാണ്. ആകയാൽ ഈ മഹാന്മാരിൽ നിന്ന്, സിഖത്തുകളായ വിശ്വസ്തരായ മഹാന്മാരിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഈ ഹദീസ് ഉദ്ധരിച്ച വ്യക്തി മഹാനായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. ഇമാം അഹ്ലുസുന്നയാണ്. ഷിയാക്കളിൽ നിന്ന് വന്ന ഒരു കാര്യമല്ല അബ്ദാലുകൾ, ഔതാദുകൾ എന്നുള്ളത്. ഇതിനെ വിവരിക്കാനായി ഇമാം സുയൂത്തി അൽ ഖബറു ദാലു അലാ ഉജൂദിൽ ഖുതുബി വൽ അബ്ദാലി വൽ ഔതാദ്, ഔതാദും അബ്ദാലും നുജബാവും തുടങ്ങിയ സ്ഥാനങ്ങൾ ഉണ്ട്, നിലവിലുണ്ട്, അതിനെ അറിയിക്കുന്ന ഹദീസുകൾ നിരവധിയാണെന്ന് അറിയിക്കാൻ വേണ്ടി തന്നെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇമാം മുനാവി റഹ്മഹുമുല്ലാ അവിടുന്ന് ഫൈലുൽ ഖദീറിൽ ഇതിനെ വിമർശിച്ച് പറഞ്ഞ പണ്ഡിതന്മാർക്കെതിരെ അതിശക്തമായി ആഞ്ഞടിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഹാഫിളുൽ ദുനിയ, ഖുതുബുകളും അബ്ദാലുകളും ഒക്കെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ നിരവധി രചനകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഖുതുബുകളൊക്കെ ഉള്ളത് നേരാണോ എന്ന ചോദ്യത്തിന് മറുപടിയായി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി ഖാതിമത്തുൽ മുഹദ്ദിസീൻ അദ്ദേഹം വളരെ വ്യക്തമായി
ഒരുപാട് ഹദീസുകൾ നിരത്തിക്കൊണ്ട് ഫതാവൽ ഹദീസിയയിൽ ഇമാം തുബ്രാനിയുടെയും മറ്റു ഹദീസുകൾ നിരത്തിക്കൊണ്ട് ഇതൊക്കെയും സ്ഥാനങ്ങൾ ഉണ്ട് എന്ന് വിവരിക്കുന്നുണ്ട്. ഇതിനെ വിമർശിച്ച പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവരൊക്കെയും വിമർശിച്ചത് അവർക്ക് ഈ ഹദീസ് ലഭിക്കാത്തത് കൊണ്ടാണ്. ലഭിച്ചപ്പോൾ അവർ അതിൽ നിന്ന് മടങ്ങിയ ചരിത്രങ്ങളുമുണ്ട്. എന്തായാലും ഇത് ഷിയാക്കളുടെ സൃഷ്ടിയല്ല. ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ഇബ്നു ഹംബലാണ് അബ്ദാലുകൾ ഉണ്ട് എന്ന ഹദീസ് ഉദ്ധരിക്കുന്നത്. എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടതാണ്. വഹാബി നേതാവായ ഇബ്നു തൈമിയ്യയുടെ ഫതാവയുടെ ഭാഗങ്ങളിലും ഖുതുബിന്റെ ഉജൂദിയത്ത്, ഖുതുബെ അബ്ദാൽ ഉണ്ടെന്ന ഇബാറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല, ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനാണെന്നും സഹചാരിയാണെന്നും നിങ്ങൾ വിശ്വസിക്കുന്ന അൽ-ഹാഫിദ് അസ്സാബി, മഹാനായ ഇമാം അൽ-ഹാഫിദ് അസ്സാബി തന്റെ സീറു അഅ്ലാമിൻ നുബലയിൽ മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്നിടത്ത്, ഇമാം ഷാദുലി റഹ്മഹുമുള്ള അതേപോലെയുള്ള മഹാന്മാരെ കുറിച്ച് വിവരിക്കുന്നിടത്ത് ഇന്നഹു മിനൽ അബ്ദാൽ, അദ്ദേഹം അബ്ദാലിൽപ്പെട്ട മഹാനാണ് എന്ന് വിവരിക്കുന്നുണ്ട്. ഇവരൊക്കെയും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആലിമീങ്ങളാണ്. ഇബ്നു തൈമിയ്യ ഒഴികെയുള്ള ഇമാം മുനാവി അഹ്ലുസുന്നയുടെ പണ്ഡിതനാണ്. ഇബ്നു ഹജർ ലൈതമി, ഇബ്നു ഹജർ അസ്കലാനി ഇവരൊക്കെയും സുന്നികളാണ്. ഇവരുടെയൊക്കെ തലപ്പത്തുള്ള ഇമാമു അഹ്ലുസുന്ന അഹ്മദ് ഇബ്നു ഹംബൽ ഏറ്റവും വലിയ സുന്നിയാണ്. എന്നിട്ടാണോ ഇത് ഷിയാക്കളുടെ വാദമാണ്, ഷിയാക്കൾ പ്രചരിപ്പിച്ചതാണ് എന്ന് പറയുന്നത്? ഇത് ശുദ്ധ വാസ്തവ വിരുദ്ധമായ അവതരണമാണ്.